ഞങ്ങൾക്ക് തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഹല്ലേലൂയ, നമുക്കറിയാം ഇന്ന് മനുഷ്യൻ പലവിധമായ വിഷയങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത്. മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ വളരെ ക്ഷീണിതനും ഹല്ലേലൂയ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തവണ്ണം മനുഷ്യന് വളരെയധികം ഹല്ലേലൂയ പ്രതിസന്ധികൾ ഏറെ ഉണ്ട്. നമ്മൾ പൊതുവെ ഓരോരുത്തരെ കാണുമ്പോൾ ഹല്ലേലൂയ സാരമില്ല ഒന്നുമില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അത് രോഗമാകാം, അല്ലെങ്കിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് നടക്കാൻ കഴിയാൻ പറ്റാത്ത ചില ക്ഷീണിത അവസ്ഥകളാകാം, അല്ലെങ്കിൽ ഹല്ലേലൂയ ശാരീരികമായിട്ടുണ്ടാകുന്ന ഹല്ലേലൂയ ബലഹീനതകളാകാം. അങ്ങനെ പലവിധമായ രീതിയിൽ നമുക്ക് പല രീതിയിൽ ഹല്ലേലൂയ പലവിധമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഹല്ലേലൂയ, പല വീടുകളിലും ഉണ്ട്. പിന്നെ ഹല്ലേലൂയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും അവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ ധാരാളം തന്നെ ഉണ്ട്. കാര്യം അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ മേഖല നടക്കുന്നില്ല, ഒരു ജോലിക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പലവിധമായ ചെറുപ്പക്കാരുടെ ഇടയിലുമുണ്ട്, പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലുമുണ്ട്. ഹല്ലേലൂയ ഓർക്കണമേ. എന്നാൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, നമുക്ക് പറയാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു പേരുണ്ട്. ഹല്ലേലൂയ, അത് നസറേനായ യേശുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ ഓർക്കണമേ. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കുട്ടികളുടെ ആയിരുന്നാലും ഹല്ലേലൂയ ചെറുപ്പക്കാരുടെ ആയിരുന്നാലും പ്രായമുള്ളവരുടെ ആയിരുന്നാലും എന്ത് വിഷയങ്ങൾ തന്നെ ആയിരുന്നാലും എന്ത് പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നാലും ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം അവനൊരു വിടുതൽ നൽകാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യേശു. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ സ്നേഹമുള്ളവനാണ്. ഹല്ലേലൂയ നമുക്കറിയാം മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നെല്ലാം വീണ്ടെടുക്കുന്നതിനായി ദൈവം സ്വർഗ്ഗമടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നു അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ തന്റെ മക്കൾ എല്ലാവരും ദൈവമക്കൾ തന്നെയാണ്. തന്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതായതുകൊണ്ട് താനും ജഡരക്തമായി തന്നെ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യന്റെ ഹല്ലേലൂയ അവനെ അവന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമെല്ലാം ഹല്ലേലൂയ പാപമില്ല എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നു. ഹല്ലേലൂയ ഓർക്കണമേ, ഇന്ന് എല്ലാവർക്കും ഉണ്ട് പാപം. ഹല്ലേലൂയ പാപമില്ലാത്തവരാരും തന്നെയില്ല. കാര്യം എല്ലാ മതങ്ങളും അത് പറയുന്നുണ്ട് പാപമുണ്ട് എന്ന്. ഹല്ലേലൂയ ഓർക്കണമേ. അതുകൊണ്ട് തന്നെ പറയട്ടെ ഹല്ലേലൂയ ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമെല്ലാം വീണ്ടെടുക്കുന്നതിനെയാണ് കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ ഭൂമിയിൽ മനുഷ്യനായിട്ട് തന്നെ വന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനായി വന്നെങ്കിൽ മാത്രമേ മനുഷ്യന്റെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനായിട്ട് മനുഷ്യരുടെ ഇടയിലൂടെ തന്നെ അവൻ സഞ്ചരിക്കുകയുണ്ടായി തന്നെ. ഹല്ലേലൂയ മനുഷ്യന്റെ പ്രശ്നങ്ങൾ അവനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവന് വീണ്ടെടുത്തിട്ട് അവന്റെ ജീവിത മാർഗങ്ങളെല്ലാം ഹല്ലേലൂയ അതിൽ സ്നേഹവും സന്തോഷകരമായ ജീവിതം തന്നെ അവൻ മനുഷ്യർക്ക് അവൻ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ നമുക്കറിയാം ഇന്ന് പല ഭവനങ്ങളിലും ഇന്ന് ഹല്ലേലൂയ അന്യനും ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല വീടുകളിലും ഉണ്ട്. മാതാപിതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ തമ്മിലൊക്കെ ഹല്ലേലൂയ നമുക്കറിയാം ഇന്ന് പലവിധമായ വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ ആ വിഷയങ്ങൾ ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ അന്യനും ഒരു സ്നേഹമില്ലായ്മ അന്യനും വാക്കുകൾ തമ്മിലുള്ള ഒരു പോരാട്ടങ്ങൾ ഹല്ലേലൂയ ഒരു സ്വരച്ചേർച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളിലൂടെയാണ് ഇന്ന് മനുഷ്യൻ പല കുടുംബങ്ങളിലും ഇന്ന് ജീവിച്ചു പോരുന്നത്. ഹല്ലേലൂയ നമുക്കൊന്നും ഹല്ലേലൂയ എത്ര പറഞ്ഞാലും ഒരുപക്ഷെ മക്കൾ ഇന്ന് അനുസരിക്കാത്തൊരു കാലഘട്ടം വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾ വളർന്ന കുട്ടികൾ 15 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ ഇന്ന് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ലാത്തൊരു കാലഘട്ടം വന്നിരിക്കുക. എവിടെ നോക്കിയാലും അറിയാം. അതുപോലെ മദ്യപാനത്തിനും മയക്കുമരുന്നും ഒക്കെ കുഞ്ഞുങ്ങൾ അടിമയായിട്ട് എത്രയോ മാതാപിതാക്കൾ വളരെയധികം വേദനിക്കുന്നു. എത്രയോ ഹല്ലേലൂയ എത്രയോ വീടുകളിൽ വളരെ സങ്കടകരമായ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ആ സങ്കടം തീർക്കാൻ വേണ്ടി മാതാപിതാക്കൾ തന്നെ മദ്യപാനത്തിന് മദ്യപാനത്തിന് ഒരുങ്ങാറുണ്ട്. അവരൊക്കെ മദ്യപിക്കുകയും അതുപോലെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വീട്ടിലേക്ക് കടത്തിയിരുന്നത്. കാര്യം എന്താണ് ഹല്ലേലൂയ നമ്മൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിക്കാതെ വരുന്ന ഒരു അവസ്ഥ പല വീടുകളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ എന്നാൽ ഓർക്കണമെന്ന് ഞാനൊരു കാര്യം പറയുകയാണ്. നമുക്കറിയാം ഇന്ന് ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഹല്ലേലൂയ സന്ധ്യാസമയങ്ങളിൽ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആഹാരം അത്താഴം തങ്ങുകയുള്ളായിരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ മാതാപിതാക്കൾ ഞങ്ങളെ ബലമായിട്ട് തന്നെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ ആ ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. എന്നാൽ ഇന്ന് പല ഭവനങ്ങളിലും ഇന്ന് പല വീടുകളിലും ഇന്ന് പ്രാർത്ഥന വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ നമുക്കറിയാം ഒത്തിരി കുറഞ്ഞിരിക്കുന്നു. പല വീടുകളിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടതാണ്, വൈകുന്നേരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലാതെ വന്നിരിക്കുന്നു. കാരണം എന്താണ്? ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഓർക്കണമേ, പ്രാർത്ഥന അനിവാര്യമായ ഘടകം തന്നെയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അതുകൊണ്ട് തന്നെ മനുഷ്യനുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി വന്നിരിക്കുന്ന ദൈവം ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദൈവം ഹല്ലേലൂയ മനുഷ്യരായി തന്നെയാണ് അവർ ഭൂമിയിലേക്ക് വന്നത്. അത് ഞാൻ പറയട്ടെ, ഇന്ന് പ്രാർത്ഥന അനിവാര്യമായി വന്നിരിക്കുന്ന പ്രധാന ഘടകം നമുക്കറിയാവുന്ന പല ഭവനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത വണ്ണമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് ഞാൻ പറയുന്നത്. കാരണം പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളാണ് ഇത് പല വീടുകളും. പലയിടത്ത് പ്രാർത്ഥനയില്ല. മനുഷ്യന്റെ ജീവിതം ഹല്ലേലൂയ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് നമ്മൾ ദേഷ്യപ്പെടുന്നു, ഹല്ലേലൂയ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് വഴക്കുണ്ടാക്കുന്നു, ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് നമ്മൾ കോടാക്കി എടുക്കുന്നു, അല്ലെ വെട്ടി എടുക്കുന്നു, അല്ലെ വിച്ചാത്തി എടുക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആരെയാണ് ഹല്ലേലൂയ നിയന്ത്രിക്കുന്നത്? ആരെ നിയന്ത്രിക്കാൻ കഴിയുന്നു? ആർക്കും ആരെ നിയന്ത്രിക്കാൻ കഴിയാൻ വേണ്ടി അവസ്ഥ വന്നിരിക്കുക. എന്നാൽ പറയട്ടെ, നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവരുണ്ട്. ആകാശത്തെയും ഭൂമിയെയും ആഴിയെയും അവയിലുള്ള സർവ്വത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കൂടെ മനുഷ്യരായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നമ്മളെ നിയന്ത്രിക്കാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏതായിരുന്നാലും, അവന്റെ കുടുംബ പ്രശ്നങ്ങൾ ഏതായിരുന്നാലും ഹല്ലേലൂയ അത് നിയന്ത്രിക്കാനും അവനെ സ്നേഹത്തോടെ സ്വാധീനപ്പെടുത്തി അവന് സമാധാനം കൊടുക്കാനും കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കത്തില്ലേ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ആരും പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഹല്ലേലൂയ ഒരു പരിഹാരകനായി ഒരുവനുണ്ട്. അവന് യേശു എന്നാണ് വിളിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് പരിഹാരം തന്നെയാണ്. നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ ഭക്ഷങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരുണ്ടായിരിക്കുന്ന ഏത് വിഷയങ്ങൾ തന്നെ ആയിരുന്നാലും ശരിയത്, അതിന് പരിഹാരകവനായി അവൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. അവൻ സ്നേഹനിധിയാണ്. അവൻ സ്നേഹമുള്ളവനാണ്. അവൻ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അന്യനെ സ്നേഹിക്കണം തന്നെയാണ്. ഹല്ലേലൂയ. അന്യനെ സ്നേഹിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അതുപോലെ സഹോദരങ്ങളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. മൂത്തവരാകുമ്പോൾ അവരെ ഹല്ലേലൂയ കൂടുതൽ ബഹുമാനിക്കുക, സ്നേഹിക്കുകയും ചെയ്യണം മൂത്തവരോട്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ സഹോദരിമാരെ നിർമ്മലതയോടുകൂടി കാണണം തന്നെയാണ്. ഹല്ലേലൂയ. സഹോദരിമാര് മൂത്തതായാൽ അവരെ അമ്മയുടെ സ്ഥാനത്ത് കാണണം തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കൊല്ലാനും തല്ലിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒന്നുമല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമാണ്. സ്നേഹമാണ്. സാരം മുഴുവൻ ആശാൻ പോലും പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം അതെപ്പോഴും നമുക്ക് തന്നിട്ട് പോയത് കർത്താവ് പോയിട്ടില്ല. തന്നത് കർത്താവ് തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് നമുക്ക് ആ സ്നേഹം തന്നിരിക്കുന്നത്. ആ സ്നേഹം നമ്മൾ ഏറ്റുവാങ്ങണം. അന്യനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അല്ലാതെ വഴക്കുണ്ടാക്കാനല്ല, അന്യോന്യമുള്ള സ്നേഹം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ സ്വർഗ്ഗം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന്. നിങ്ങളുടെ ആ സ്നേഹ നിമിത്തമാണ് സ്വർഗ്ഗം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. സ്വർഗ്ഗം തേടി എങ്ങും പോകണ്ട, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മൾ അന്യനെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്യനെ ബഹുമാനിക്കുമ്പോൾ, അന്യനെ സാന്ത്വനം പറയുമ്പോൾ, അന്യനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ സ്നേഹമുണ്ട്, നമ്മുടെ ഇടയിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വർഗ്ഗം നമ്മുടെ ഇടയിൽ തന്നെയാണ്. ആ സ്നേഹത്തിലാണ് സ്വർഗ്ഗം വസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, ഹല്ലേലൂയ. കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സംഭവിച്ചിരിക്കൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം ഹല്ലേലൂയ. എവിടൊക്കെ സുവിശേഷമുണ്ടോ അവിടെ എല്ലാം മനസ്സമാധാനമുണ്ട്. ഹല്ലേലൂയ. മനസ്സമാധാനമില്ലാതിരിക്കുന്നവരെ ഓർക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. ആരും എടുത്തു കളയാത്ത സമാധാനം ഉണ്ടാകും. മുമ്പേ പറഞ്ഞ പോലെ വീടുകൾ സമാധാനമില്ലാതിരിക്കുകയാണ്. ഹല്ലേലൂയ. ബന്ധങ്ങൾ, റിലേഷൻസ് ഒക്കെ സമാധാനമില്ലാതിരിക്കുകയാണ്. ആ സമാധാനം തരാൻ കഴിയുന്നത് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒന്നും ആ സമാധാനം നമുക്ക് തരാൻ കഴിയില്ല. സമാധാനം തരാൻ കഴിയുന്ന ഒരുവരുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആ സമാധാന പ്രിയനെ നമ്മൾ മറന്നു പോകരുത്. ആ സമാധാനം തരാൻ കഴിയുന്ന കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഓർക്കണമേ. അതുകൊണ്ട് തന്നെ പറയട്ടെ, കാലം തികഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം സംഭവിച്ചിരിക്കൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആ സ്നേഹവും ആ സന്തോഷവും അനുഭവിക്കാൻ തക്കോണം. ദൈവത്തെ ആശ്രയിക്കുവാൻ, കർത്താവായ യേശുവിനെ ആശ്രയിക്കാൻ തക്കോണം. നിങ്ങളുടെ മനസ്സോരോരുത്തരും ഹല്ലേലൂയ മനസ്സിന് മാനസാന്തരം ഉണ്ടായി ദൈവത്തിലേക്ക് വരുവാൻ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.